ആണവ വൈദ്യുത പദ്ധതിയിൽ സർക്കാർ തീരുമാനം കാത്ത് കെഎസ്ഇബി. വൈദ്യുതി വാങ്ങാൻ 13,000 കോടി ചെലവഴിക്കുന്ന സ്ഥിതിക്ക് 7,000 കോടിയുടെ ആണവ പദ്ധതി ഏറ്റെടുക്കാൻ തടസ്സമില്ലെന്നാണ് കെഎസ്ഇബിയുടെ നിലപാട്. പദ്ധതി സംബന്ധിച്ച് ഊർജ്ജ സെക്രട്ടറി നാളെ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡ് ചെയർമാനുമായി ചർച്ച നടത്തും. എന്നാൽ യാതൊരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. കൽപ്പാക്കത്ത് തോറിയത്തിൻ്റെ ഒരു റിയാക്ടർ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാണാൻ വേണ്ടി നമ്മൾ ഡയറക്ടറും ചെയർമാനും കൂടി പോയി എന്നേ ഉള്ളൂ. അപ്പോൾ പോയപ്പോൾ അവിടുന്ന് ആണവ നിലയങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടുമോ എന്നുള്ളതും കൂടി പരിശോധിക്കാമെന്നാണ്. നമ്മൾ കരാർ റദ്ദ് ചെയ്തുകൊണ്ട്. പിന്നെ ഈ നയം ഞങ്ങൾ ആരെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രം തീരുമാനിക്കേണ്ടതല്ല, ഗവൺമെൻറ്റും പൊതുവെ പബ്ലിക്കും ഒക്കെ കൂടി തീരുമാനിക്കേണ്ടതല്ലോ. നമ്മുടെ ഈ നാട് മുഴുവൻ ഒന്ന് ആലോചിക്കും. അങ്ങനെയുണ്ടെങ്കിലേ അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ആർ ശ്രീജിത്ത് നൽകും വിശദാംശങ്ങൾ. ശ്രീജിത്ത്, ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. പക്ഷേ 7,000 കോടിയുടെ പദ്ധതിക്ക് ചർച്ച തുടങ്ങി എന്നാണോ മനസ്സിലാക്കുന്നത്? ശ്രുതി, മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞതാണ് സാങ്കേതികമായി ശരി. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം ആവശ്യമുള്ള വിഷയമാണ്. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെയും മുന്നണിയുടെയും നയപരമായ തീരുമാനം വേണം. ആ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കെഎസ്ഇബിക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാൽ ആദ്യഘട്ടത്തിൽ കെഎസ്ഇബി ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ചർച്ച നടന്നു. കൂടംകുളത്ത് നിന്ന് അധികമായി വൈദ്യുതി ലഭിക്കുമോ എന്ന ആരായുന്നതിന് വേണ്ടി നടന്ന ചർച്ചയായിരുന്നു അത്. എന്നാൽ ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ആണവ നിലയം സ്ഥാപിച്ചുകൂടാ എന്ന ചർച്ച വന്നത്. ഇതിന്റെ ഭാഗമായി ചർച്ച കഴിഞ്ഞ 15-ന് നടന്നു എന്ന കാര്യം കെഎസ്ഇബി സ്ഥിരീകരിക്കുന്നുണ്ട്. വൈദ്യുതി ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകറും 2 ഡയറക്ടർമാരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇനി അടുത്ത ഘട്ടത്തിലെ ചർച്ച നാളെ ഊർജ്ജ വകുപ്പിന് ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിലാല് ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തുന്നുണ്ട്. അതിനുശേഷമേ സർക്കാരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണോ വേണ്ടയോ നടക്കുള്ള ചർച്ചകളിലേക്ക് സർക്കാർ ഔദ്യോഗികമായി കടക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടന്നത് സാങ്കേതികമായിട്ടുള്ള ഒരു ചർച്ച മാത്രമാണെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ അടക്കം വാദം.